Hello, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മീഷോന്ന് തന്നെയാണ്. കുറച്ച് കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസും അതുപോലെ തന്നെ ഹോം ഡെക്കർ ഐറ്റംസും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൈഡിൽ വെക്കാനും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മീഷോ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്യേണ്ടേ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് ഓർഡറിന് 100 rupees അല്ലെങ്കിൽ 30% ഓഫും കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ബോൺസായി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മീഷോന്ന് വാങ്ങിച്ചല്ലേ, മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചു തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ബോൺസായി പ്ലാന്റ് വെള്ള ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ വൃത്തി കാണും. ചെരിഞ്ഞ് നിൽക്കുക. അപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത് വൃത്തി കാണിക്കാട്ടാ വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ എൻ്റെ ഏട്ടൻ്റെ ഫോട്ടോ ആണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഔട്ട്ഡോറിന് ആ സമയത്ത് ഒരു 3 കൊല്ലം മുമ്പേ എടുത്ത ഫോട്ടോ വന്നിട്ട് അത് അതേ സൈഡിൽ വെച്ചതാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ്. നല്ല ഭംഗിയുണ്ട്. ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അത്രയില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഇങ്ങനെ സൈഡിൽ വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസിൽ വെക്കാനൊക്കെ പറ്റിയത് തന്നെയാണ്. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ ബേസിനായാലും അതുപോലെ തന്നെ മരത്തിൻ്റെ ഈ തടി ആയാലും ലീഫായാലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പച്ച പുല്ല് പതിപ്പിച്ച പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഇങ്ങനെ ബൊക്കെ പോലുള്ള ബോൺസായി പ്ലാന്റ് ആകുമ്പോൾ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ വള്ളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പീസ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് 274 രൂപയാണ് കേട്ടോ. മീഷോയിൽ നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇലക്ക് പകരം കുറേ ഫ്ലവേഴ്സ് വരുന്നത്, റോസും അതുപോലെ തന്നെ വയലറ്റ് ഫ്ലവേഴ്സ് വരുന്നത്, 2 പക്ഷികൾ ഇരിക്കുന്ന പോലുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഞാൻ പിന്നെ ഫുള്ള് പച്ചപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള് പച്ചയായിട്ടുള്ള ഒരു പ്ലാന്റ് വാങ്ങിച്ചത്. അപ്പോൾ 274 രൂപ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഐറ്റം എന്ന് പറയുന്നത് ഒരു ഹോം ഡെക്കർ ഐറ്റം ആണ്. ഒരു ഡ്രീം ക്യാച്ചർ ആണ്. ഇതിൻ്റെ കുറേ കളേഴ്സിലുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിൽ, അതുപോലെ ഒറ്റ കളറിലായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഒരു മൾട്ടി കളറായിട്ടുള്ള മിക്സഡ് കളറായിട്ടുള്ളതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഹാളിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ ഇതിൻ്റെ ത്രെഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് തന്നെയാണ്. ഇവിടെയൊക്കെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് മിഡിലും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലായിട്ടൊക്കെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. 49 cm ആണ് ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ഫെതേഴ്സ് ആണെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, മോശമൊന്നുമില്ല. നല്ല പാക്കിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും ആയിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 178 മറന്നുപോയി. 178 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഹാൻഡ് മെയ്ഡ് ഡ്രീം ക്യാച്ചർ. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഐറ്റം തന്നെയാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതെങ്ങനെ സൈഡിൽ തൂക്കിക്കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഹാളിൽ നമുക്ക്
ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിയാലും നല്ല ഭംഗിയായിരിക്കും. അടുത്ത നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മൂൺ ലൈറ്റ് ലാമ്പാണ്. നമുക്കിത് ബെഡ്റൂം ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റ് ലാമ്പോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വാവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും ചെറിയ ലൈറ്റ് ഇടുമല്ലോ, അപ്പോൾ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാ ഒരു മൂണിൻ്റെ ഷേപ്പിലാണ്, അതിനൊരു സ്റ്റാൻഡും, ഇതാണ് ലൈറ്റ്, അതിനൊരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ, മരത്തിൻ്റെ സ്റ്റാൻഡാണ്. ഇതിങ്ങനെ വെച്ചിട്ടാണ് പ്ലേസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അധികം ഞാൻ ഇതെടുത്ത് കളിക്കുന്നില്ല, താഴെ വീണ് കഴിഞ്ഞാൽ പണി പാളും. ഇതിവിടെ വെക്കാം കേട്ടോ. ചാർജിങ് ആണ്, USB കേബിളാണ് കേട്ടോ. USB ചാർജിങ് കേബിൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ട് അടിയിലായിട്ട് ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാലാണ് ഇത് കത്തുക. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കത്തും. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് കേട്ടോ വരുന്നത് ലൈറ്റ്. ഇതിൻ്റെ സ്റ്റാൻഡും ഉണ്ട്. സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മളൊരു ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഇതിൽ ചേഞ്ചിങ് സെൻസർ ടച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മാറുന്നൊന്നുമില്ല, കളർ മാറുന്നതായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. ഇതൊരു ഗ്രീൻ കളറിൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയെല്ലാം കാണാൻ വേണ്ടി, പക്ഷേ സെൻസർ ടച്ചാണ്. കളർ മാറുന്നു കൊടുത്തിട്ടുള്ളത്, മാറുന്നു കാണുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, കളർ മാറുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 474 രൂപയാണ് കേട്ടോ. നല്ലുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കൊരു ടേബിൾ ലാമ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിപ്പമുണ്ട്. ഇതിനേക്കാളും വലിപ്പം കൂടുതലൊന്നും വേണ്ട. കാണുമ്പം കുറച്ച് ചെറുതായിട്ട് ക്യാമറയിൽ തോന്നുമായിരിക്കും, പക്ഷേ അധികം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. സ്റ്റാൻഡും ഈ ഗ്ലോബ് പോലെയുള്ള ഈ മൂണും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ 474 രൂപയാണ്. പ്രൊഡക്റ്റ് കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം.
അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. സിംഗിൾ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇത് ഫ്രിഡ്ജ് ഡ്രോവർ മാറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിൾ മാറ്റ്സ് ആയിട്ടും യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഡ്രോവർ മാറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തതാണ് കുറേ ആൾ കാണുന്നുള്ളത് ഫോട്ടോയിൽ. തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ ഡൈനിങ് ടേബിൾ മാറ്റ്സ് ആയിട്ടും കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ച് വാങ്ങിച്ചാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിന് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെബിൾസ് വരുന്ന ഡിസൈനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വാങ്ങിച്ചത്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഡ്രോവർ ആയാലും ഡൈനിങ് ടേബിളിലായാലും കുറേ മാറ്റ്സ് അവൈലബിൾ ആണ്. നല്ല തിക്കായിട്ടുള്ളതാണ്. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പാറ്റേണും ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇത് 6 പീസസ് ആണുള്ളത്. 6 പീസിന് 140 രൂപയാണ് വരുന്നത്. എന്തായാലും ലാഭം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലുമാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ 140 രൂപക്ക് 6 പീസസ് അങ്ങനെയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരേപോലുള്ള 6 പീസസ് വരുന്നുണ്ട്. അടുത്തത് ഇതാണ് 3 ബ്രഷ് വരുന്ന ഒരു സെറ്റാണ്. 3 ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് ആ ബ്രഷിൻ്റെ ഇത് വരുന്നത്. ബ്രാസ് ഉണ്ട്, നൈലോൺ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. 3 ബ്രഷ് 3 കളറിലായിട്ട് വരുന്നുണ്ട്. നമുക്കിത് മെയിനായിട്ട് ഇതിൽ കണ്ടത് ഇപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ തുരുമ്പൊക്കെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ ബർണറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആവും. കുറേ നല്ല റിവ്യൂ ഉള്ള മെറ്റീരിയലാണ്. 87 രൂപയാണ് കേട്ടോ. 87 രൂപക്ക് 3 എണ്ണം. അതുപോലെ തന്നെ നൈലോണൊക്കെ നമുക്ക് ചെറിയ ഏരിയയിലൊക്കെ ഇങ്ങനെ കടത്തി വിടേണ്ടത്, കാറിൻ്റെ ക്ലീനിങ്ങിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് കണ്ടിട്ടുണ്ട്. ഇടയിലൊക്കെ ഉള്ള പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ബ്രഷ് ആകുമ്പോൾ ഇടയിലൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള 3 എണ്ണം നമുക്ക് ഡിഫറെൻറ്റ് പേർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള 3 ബ്രഷിൻ്റെ സെറ്റാണ് 87 രൂപക്ക്. നല്ല ലാഭം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. കുറേ പ്രൈസിനുണ്ട് കേട്ടോ. ഇത് 87, 114, 120 എന്നൊക്കെ കണ്ടു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൻ്റെ പ്രൊഡക്റ്റ് കോഡ് തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് വാങ്ങിക്കാം. അടുത്തത് ഒരു ദോശ തവയാണ്. ദോശ കൊണ്ട് പാൻ പോയിട്ടുണ്ട് വീട്ടിൽ, അതുകൊണ്ടൊന്ന് അത് മേടിക്കാൻ വിചാരിച്ചു. ഏതായാലും ബാക്കിൽ ഇങ്ങനെ റെഡ് കളറായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള കളറിലുള്ളത് ഇഷ്ടമാണ്, എന്നിട്ട് അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ദോശ തവ. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഇത് കണ്ട, അതിൻ്റെ എൻഡ് പൊട്ടിയ പോലെയുണ്ട്. എല്ലാവരുടെ റിവ്യൂ ഫോട്ടോയിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പൊട്ടിയത്, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളതില്ല. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ വേറെ ഉണ്ട്, അതന്നെ യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും പറയണമല്ലോ, ഇതിൻ്റെ കൂടെ കിട്ടിയ തവ എന്ന് പറയുന്നത് ഡാമേജ് പോലെയുണ്ട് കാണുമ്പോൾ. പിന്നെ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതും കിട്ടിയിട്ടുണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സെറ്റായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കമ്പനി ബ്ലൂ ഡയമണ്ട് ആണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കമ്പനി ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഡയമണ്ട് ആണ്. 12 months വാറണ്ടി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് നല്ല ക്വാളിറ്റിയിലുണ്ട്. ഞാൻ കുറച്ച് ദോശയൊക്കെ ചുട്ടിട്ട് വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായേ. അത് നമ്മൾ ഇവിടുന്ന് സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തു. കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. 370 രൂപയാണ്. അപ്പോൾ ബാക്കി ഇത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്കും ബാത്റൂമിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസുമാണ് പരിചയപ്പെട്ടത്. അപ്പം എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടുന്ന കുറച്ചെണ്ണം വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ആ കാറ്റഗറി ഞാൻ ഇപ്പോൾ അടുത്താണ് നോക്കിയത്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നമ്മളെ ഷോക്കേസിലൊക്കെ വെക്കാനായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഷോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ഓർഡറിന് നിങ്ങൾക്ക് 100 rupees അല്ലെങ്കിൽ 30% ഓഫ് കിട്ടും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുക്കുക. ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് കോഡും അതുപോലെ തന്നെ കമൻറ്റ്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.